ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന സർക്കാരിന് വാശിയില്ലെന്ന് ദേവസ്വം മന്ത്രി. വാശിയുണ്ടായിരുന്നുവെങ്കിൽ യുവതികൾക്ക് സന്നിധാനത്തെത്താമായിരുന്നു. ചട്ടമ്പിമാർ ശരണം വിളിക്കുന്നതുകൊണ്ടാണ് യുവതികൾക്ക് മല കയറാനാകാത്തതെന്ന് കരുതേണ്ടെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. യുവതി പ്രവേശന വിഷയത്തിൽ ഒരിക്കൽ കൂടി നിലപാട് വ്യക്തമാക്കുകയാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. യുവതികൾ എത്തുമ്പോൾ ചില ചട്ടമ്പികൾ പ്രതിഷേധിക്കുന്നതുകൊണ്ടല്ല അവർ കയറാതിരിക്കുന്നത്. അങ്ങനെ സംഘപരിവാർക്കാർ വിചാരിക്കേണ്ട. സർക്കാരിന് ഇക്കാര്യത്തിൽ വാശിയില്ലെന്നും കടകംപള്ളി ആവർത്തിച്ചു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആരെയും കയറ്റണമെന്നുള്ള വാശിയോ നിർബന്ധമോ ഗവൺമെന്റിനില്ല. അത് ആദ്യം മനസ്സിലാക്കൂ. അങ്ങനെ ഒരു വാശിയും ഉണ്ടായിരുന്നുവെങ്കിൽ എപ്പോഴേ കയറിയാൻ എന്ത് സംശയം എന്താ ഇത്? നിങ്ങൾക്ക് ഈ ഗവൺമെന്റിന് അതിനുള്ള ശക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? 2-3 ചട്ടമ്പിമാരിവിടെ നിന്ന് ഇങ്ങനെ തടയുന്നത് കൊണ്ടാണ്, ശരണം വിളിക്കുന്നത് കൊണ്ടാണ് ഇവിടെ യുവതികൾ പ്രവേശിക്കാത്തതെന്നുള്ള തെറ്റിദ്ധാരണ. ആക്ടിവിസം കാണിക്കാനുള്ള സ്ഥലമല്ല ശബരിമല. അത്തരക്കാരെ സർക്കാർ അനുകൂലിക്കില്ല. എന്നാൽ ശബരിമലയിലെത്തുമെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ എഴുതുന്ന എല്ലാവരും ആക്ടിവിസ്റ്റുകളാണെന്ന് ധരിക്കാനും സാധിക്കില്ല. ആക്ടിവിസ്റ്റുകളെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ സാധാരണഗതിയിൽ എനിക്ക് പോകണം, അയ്യപ്പനെ കാണണം എന്നൊക്കെ പറയുന്ന ആളുകളെ വ്യത്യസ്തമായിട്ട് കണ്ടാൽ മതി. ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതിക്ക് എല്ലാ അധികാരങ്ങളുമുണ്ടെന്നാണ് തന്റെ ബോധ്യം. അതില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞാൽ തന്റെ ധാരണ മാറ്റാൻ തയ്യാറാണ്. നിലവിൽ ശബരിമലയിലെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഇടപെടാനുള്ള അധികാരം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കണക്കെടുക്കാൻ നടക്കുന്നവരാണെന്നുള്ള ധാരണ എന്നെ നയിച്ചില്ല. എന്റെ ബോധ്യം അതാണ്. ഇപ്പോഴും ആ ബോധ്യം അതാണ്. ഇനി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് ഇവരെ ആ കാര്യത്തിന് മാത്രമാണ് നിയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ബോധ്യം മാറ്റും. സുപ്രീം കോടതി വിധി വന്നതു മുതൽ ശബരിമലയെ കലാപഭൂമിയാക്കാനാണ് BJP ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾ ശ്രമിക്കുന്നത്. ഇത് നടക്കാത്തത് സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ടീം മീഡിയ 1 സന്നിധാനം.